ജപാലകൻ ഇന്നും മെയ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ കുർബാനയുടെ വായന യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ. അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നുവെന്നോ എന്തുകൊണ്ട് അവൾ സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ പോയി. ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യൻ നിങ്ങൾ വന്ന് കാണുക. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമറിയക്കാരിൽ അനേകർ അവൻ വിശ്വസിച്ചു. ആ സമറിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തങ്ങളോടത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനെ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുകളല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം യേശു ലോകരക്ഷകൻ എന്നുള്ളതാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. കോൺഗ്രസിനെ പരാജയത്തിൽ രക്ഷിച്ചതിൻ്റെയും അത്യുജ്വലമായ വിജയം നേടിയെടുത്തതിൻ്റെയും ശില്പി എന്ന നിലയിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നയിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ രക്ഷകനെ അദ്ദേഹം അറിയുകയാണ്. കിടപ്പാടും ജപ്തി ചെയ്യാനിരിക്കവേ ഒരു ഉദാരമതി കടം വീട്ടി രക്ഷിച്ചാൽ കക്ഷിക്ക് ഉദാരമതിയോടുള്ള കടപ്പാട് എങ്ങനെ ഇരിക്കണമെന്ന് ഊഹിക്കാനാകും. അടുത്ത നാളുകളിൽ 50-ലേറെ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റി യാത്ര തിരിച്ചപ്പോൾ ഡ്രൈവർ ഹൃദയസ്തംഭനം മൂലം വണ്ടിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഉത്തരവാദിത്വത്തോടെ വണ്ടി സൈഡിൽ ഒതുക്കിയാണ് ഡ്രൈവർ മരിച്ചത്. വണ്ടിയിലുണ്ടായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധം കണ്ട് എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചു, ആദരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൃഷ്ടിയുടെ രാജാവാണ് മനുഷ്യൻ. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ് ഈശോ മിശിഹ. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ശംഖുലിയുടെ ഗബ്രിയേൽ ദൈവദൂതൻ രക്ഷാവാർത്ത ലോകത്തെ അറിയിച്ചപ്പോൾ മുങ്ങിത്താഴ്ന്ന കപ്പലിലെ യാത്രക്കാരെ രക്ഷിക്കുന്ന സന്തോഷത്തോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. തൻ്റെ